ഹായ് ഫ്രണ്ട്സ്, സെൽഫ് ലവ് ചലഞ്ചിന്റെ 4ാം ദിവസത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങളോടൊരു കാര്യം ചോദിക്കട്ടെ. ഇന്നലത്തെ പ്രാക്ടീസുകൾ നിങ്ങൾ ചെയ്തിരുന്നോ? എങ്ങനെ ഉണ്ടായിരുന്നു? നിങ്ങൾ അത് ചെയ്തിട്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് ഫീൽ ചെയ്തത്? നിങ്ങൾ പഠിച്ചോ? നിങ്ങളുടെ പാസ്റ്റിലെ മുറിവുകളെ, വേദനകളെ അവിടെ മായ്ച്ചു കളഞ്ഞിട്ട് നിങ്ങളോട് തന്നെ നല്ല രീതിയിൽ പോസിറ്റീവായിട്ട് സംസാരിക്കാൻ, നിങ്ങളുടെ ഇന്നർ സെൽഫിനോട് സംസാരിക്കാൻ നിങ്ങൾ പഠിച്ചോ? പോസിറ്റീവ് സെൽഫ് ടോക്ക് നടത്താൻ റെഗുലർ ആയിട്ട് പ്രാക്ടീസ് ചെയ്ത് ഇന്നത്തെ വീഡിയോയ്ക്ക് വേണ്ടി കാത്തിരുന്ന് ഇന്നും പ്രാക്ടീസ് ചെയ്യുന്നവരെ ഞാൻ വളരെയധികം അപ്രീഷിയേറ്റ് ചെയ്യാണ്. എനിക്ക് നിങ്ങളെ കുറിച്ച് വളരെയധികം അഭിമാനമുണ്ട്. കാരണം നിങ്ങൾ നിങ്ങളെ തന്നെ സ്നേഹിക്കാൻ തയ്യാറായിട്ട് വന്നിരിക്കുകയാണ്. അപ്പോ നിങ്ങളുടെ ജീവിതത്തില് നിങ്ങളെ വെല്ലാൻ ഇനി ആരും ഉണ്ടാവില്ല. നിങ്ങൾ കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്ത് നിങ്ങളുടെ പാസ്റ്റിനെ നിങ്ങൾ ഇറേസ് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾ ജീവിതത്തിന്റെ വിജയത്തിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് നിങ്ങൾ നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ അല്ലെങ്കിൽ നിങ്ങളുടെ ബ്രെയിനിനെ റീവയർ ചെയ്തുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ റീപ്രോഗ്രാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ പണ്ട് റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കുന്ന പഴയ ടേപ്പുകളെ എല്ലാം ഇറേസ് ചെയ്ത് കളഞ്ഞിട്ട് നമ്മൾ പുതിയതിനെ അവിടെ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുക, റീറൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, നമ്മൾ ജനിച്ചു വീഴുമ്പോൾ നമ്മുടെ മനസ്സ് ഒരു ബ്ലാങ്ക് സ്ലേറ്റ് പോലെയാണ്, അല്ലെങ്കിൽ ഒരു ബ്ലാങ്ക് ബോർഡ് പോലെയാണ്, അല്ലെങ്കിൽ ഒരു പക്ക ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള വൈറ്റ് പേപ്പർ പോലെയാണ് നമ്മുടെ മനസ്സ്. അപ്പൊ നമുക്ക് ചുറ്റും നടക്കുന്ന എല്ലാ കാര്യങ്ങളും, മറ്റുള്ളവര് നമ്മളോട് പറയുന്നതാകട്ടെ, നമ്മൾ ചെയ്യുന്നതാകട്ടെ, നമ്മുടെ എക്സ്പീരിയൻസിൽ നിന്ന് നമ്മൾ പഠിക്കുന്നതാകട്ടെ, ഇതെല്ലാം നമ്മൾ കൃത്യമായിട്ടൊരു സ്പോഞ്ച് പോലെ ഒപ്പിയെടുത്ത് കൃത്യമായിട്ട് ഫയൽ ചെയ്ത് സെപ്പറേറ്റ് ക്യാബിനറ്റിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഇത് എവിടെയായിരിക്കും നമ്മൾ ഫയൽ ചെയ്തിട്ടുണ്ടാവുക? നമ്മുടെ ഗട്ടിലും നമ്മുടെ സോളാർ പ്ലെക്സസിലുമാണ് മെയിനായിട്ട് നമ്മളിത് ഫയൽ ചെയ്ത് വെച്ചിട്ടുണ്ടാവുക. എക്സ്പീരിയൻസസോ നമ്മുടെ മെമ്മറീസോ പോസിറ്റീവ് ആയിക്കൊള്ളട്ടെ നെഗറ്റീവ് ആയിക്കൊള്ളട്ടെ കൃത്യമായിട്ട് അതതിന്റെ ഫയൽ അത് ശേഖരിച്ചു വെച്ചിട്ടുണ്ടാവും. ഭൂരിഭാഗം ആളുകളും നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് കൂടുതലും റെക്കോർഡ് ചെയ്തിട്ടുണ്ടാവുക. അതിനകത്ത് മിക്കവാറും വരുന്ന കാര്യങ്ങളാണ് ഐ എം നോട്ട് ഗുഡ് ഇനഫ്, ഞാൻ ഒരിക്കലും അത്ര നല്ലതല്ല, ഞാൻ ഒരിക്കലും വിജയിക്കില്ല, അല്ലെങ്കിൽ ഞാൻ ഒരിക്കലും അത് നേടില്ല, ഞാൻ ഇതുവരെ ഒന്നും ശരിയായി ചെയ്തിട്ടില്ല. ഇങ്ങനെയുള്ള പഴയ ഒരുപാട് നെഗറ്റീവ് ടേപ്പ് റെക്കോർഡ് അല്ലെങ്കിൽ റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കുന്ന കൂമ്പാരത്തിനടിയിലാണ് നമ്മളെ തളച്ചിട്ടിരിക്കുക. ഇന്ന് നമ്മൾ ഇതിനെയെല്ലാം എങ്ങനെയാണ് ലെറ്റ് ഗോ ചെയ്യുക, മറ്റുള്ളവരോട് എങ്ങനെയാണ് ഫൊർഗീവ് ചെയ്യുക, മറ്റുള്ളവരെ കുറ്റപ്പെടുത്തൽ എങ്ങനെയാണ് നിർത്തുക എന്നൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതായത് നമ്മുടെ ഈ മെമ്മറീസ് എല്ലാം റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ മെസ്സഞ്ചേഴ്സിന് കുഞ്ഞു മെസ്സഞ്ചേഴ്സ് ആണ് ഇതെല്ലാം റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതിനെല്ലാം നമ്മൾ ഇന്നൊരു സർപ്രൈസ് കൊടുക്കാൻ പോവാം. നമ്മൾ നമ്മുടെ മിറർ വർക്കിൽ പറയാൻ പോകുന്നത് നമ്മൾ ഇതിനെ ലെറ്റ് ഗോ ചെയ്യാൻ പോവാ, നമ്മൾ ഈ ബ്ലെയിമിനെ റിലീസ് ചെയ്യാൻ പോവാ, എന്നിട്ട് ഞാൻ ഫൊർഗീവ് ചെയ്യാൻ റെഡിയാണെന്നാണ് പറയാൻ പോകുന്നത്. അപ്പൊ നമ്മുടെ മെസ്സഞ്ചേഴ്സ് വളരെ അത്ഭുതത്തോടെ തിരിച്ചു ചോദിക്കുന്ന, ഇതെന്തായി സംഭവിക്കണേ? ഇങ്ങനെ ഒരു കാര്യം ഞാൻ ഇതിനു മുന്നേ കണ്ടിട്ടില്ലല്ലോ, ഇതെവിടെയാണ് ഞാൻ ഫയൽ ചെയ്ത് വെക്കുക? ഇങ്ങനത്തെ ഒരു സംഭവം മുന്നേ ഉണ്ടായിട്ടില്ലല്ലോ, ഇനി ഞാനിത് എവിടെ കൊണ്ട് ഫയൽ ചെയ്യും? നിങ്ങൾക്കറിയാം ഇത് എത്ര അത്ഭുതകരമായിട്ടുള്ള ഒരു പ്രോസസ് ആണ്. നമ്മൾ ഓരോ ദിവസവും ഓരോരോ പുതിയ വഴികളിലൂടെ നമ്മുടെ ഉള്ളിലുള്ള പാസ്റ്റിനെ എല്ലാം നമ്മൾ ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കുക. റെഗുലർ ആയിട്ട് പ്രാക്ടീസ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പ്രാക്ടീസ് തുടങ്ങി കഴിഞ്ഞു ഓൾറെഡി. നമ്മൾ ഓരോരോ ലെയർ ആയിട്ട് നമ്മൾ പൊളിച്ചു മാറ്റിക്കൊണ്ടിരിക്കുക. അതായത് നമ്മൾക്ക് പാസ്റ്റില്, നമ്മുടെ ജീവിതത്തില് നമ്മൾ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പല ബ്ലോക്കുകൾ നമ്മുടെ പാസ്റ്റിൽ ഉണ്ടായിട്ടുള്ള എക്സ്പീരിയൻസ് കൊണ്ടാണെന്ന് നമ്മൾ പഠിച്ചു. അപ്പൊ അതിനകത്തുള്ള ഓരോ ബ്ലോക്സിനെയും നമ്മൾ പൊളിച്ചു മാറ്റിക്കൊണ്ടിരിക്കുക. അതായത് നിങ്ങൾ ഓരോ പ്രാവശ്യവും നിങ്ങൾ മിററിന്റെ മുമ്പിൽ പോയി ഒരു അഫർമേഷൻ പറയുമ്പോൾ, ഓരോ അഫർമേഷൻസ് നിങ്ങൾ പറയുമ്പോൾ നിങ്ങൾ ഓരോരോ ലെയറായിട്ട് പൊളിച്ചു മാറ്റിക്കൊണ്ടിരിക്കുക, നിങ്ങൾ അറിയാതെ തന്നെ. അതാണ് അവിടെ സംഭവിക്കുന്ന അത്ഭുതം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് സന്തോഷമായിട്ട് നിങ്ങളുടെ ആഗ്രഹങ്ങളെ എല്ലാം ഫുൾഫിൽ ചെയ്തുകൊണ്ട് ജീവിക്കാനുള്ള ഒരു നല്ല ജീവിതം നിങ്ങളുടെ മുമ്പിൽ കിടന്നിട്ട് ആ ജീവിതം നിങ്ങൾക്ക് ആസ്വദിക്കാൻ പറ്റുന്നില്ല, ആ സന്തോഷം, നിങ്ങളുടെ ആഗ്രഹങ്ങളൊന്നും നിങ്ങൾക്ക് ഫുൾഫിൽ ചെയ്യാൻ പറ്റുന്നില്ല, നിങ്ങൾക്ക് ജീവിതത്തിൽ സന്തോഷം അനുഭവിക്കാൻ പറ്റുന്നില്ല, ആ ഒരു അവസ്ഥയിലാണ് നിങ്ങൾ ഉള്ളതെങ്കിൽ, എന്തുകൊണ്ടാണ് ഇങ്ങനെ എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ
അതാണ് നിങ്ങളുടെ പാസ്റ്റില് നിങ്ങൾ ഈ കുന്നുകൂട്ടി വെച്ചിരിക്കുന്ന നിങ്ങളുടെ ബ്ലോക്സ്, നിങ്ങളുടെ കൂമ്പാരം ചേർത്ത് വെച്ചിരിക്കുന്ന നിങ്ങളുടെ നെഗറ്റീവ്സിന്റെ ബ്ലോക്സ് ആണ്. അതിനെയാണ് നിങ്ങൾ ഓരോന്നോരോന്നായിട്ട് പൊളിച്ചെടുത്തുകൊണ്ടിരിക്കുക. നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ ക്ഷമിക്കാൻ പറ്റാതിരിക്കുക, അല്ലെങ്കിൽ മറ്റുള്ളവരോട് ക്ഷമിക്കാൻ പറ്റാതിരിക്കുക, നിങ്ങളുടെ പാസ്റ്റിനെ നിങ്ങൾക്ക് മറക്കാൻ പറ്റാണ്ടിരിക്കുക. എന്താണ് നിങ്ങൾക്ക് പാസ്റ്റ് മറക്കുന്നതിന് തടസ്സം? അത് നിങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ടോ? നിങ്ങളൊന്ന് തിരിച്ച് ചിന്തിച്ചു നോക്കൂ. ആക്ച്വലി നമ്മുടെ പാസ്റ്റിലെ ബ്ലോക്സ് ആണെങ്കിൽ, പാസ്റ്റിലെ നെഗറ്റീവ്സ് ആണ്, പാസ്റ്റിലെ കാര്യങ്ങളാണ് നമ്മളെ തടസ്സപ്പെടുത്തുന്നത് എന്ന് എല്ലാവരും പറയുമെങ്കിലും എന്താണ് എക്സാക്ട്ലി ഈ ബ്ലോക്സ്, എന്താണ് ശരിക്കും നമ്മൾ ചെയ്യേണ്ടതെന്ന് പലർക്കും അറിയില്ല. ആക്ച്വലി എന്താണ് നമ്മൾ വിട്ടുകൊടുക്കേണ്ടത്, എങ്ങനെയാണ് നമ്മൾ വിട്ടുകൊടുക്കേണ്ടതെന്ന് പലർക്കും അറിയില്ല. നമ്മളുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും വർക്ക് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ നമ്മൾ പലതും ശ്രമിച്ചിട്ടും അത് നടക്കുന്നില്ല, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ആഗ്രഹമുണ്ട് പക്ഷെ നേടാൻ സാധിക്കുന്നില്ല, ബ്ലോക്ക് ആണ് എന്നൊക്കെ നമുക്കറിയാം. പക്ഷെ എന്താണ് നമ്മളെ ഇതിൽ എത്തിച്ചേരുന്നതിൽ നിന്ന്, നമ്മുടെ ഗോൾ അച്ചീവ് ചെയ്യുന്നതിൽ നിന്ന് നമ്മളെ ബ്ലോക്ക് ചെയ്യുന്നതെന്ന് നമുക്ക് പലപ്പോഴും അറിയുന്നുണ്ടാവില്ല. ഞാൻ എല്ലാം ചെയ്യുന്നുണ്ട് പക്ഷെ എനിക്കൊന്നും നടക്കുന്നില്ല എന്നായിരിക്കും പലരുടെയും പരാതി. ശരിക്കും പറഞ്ഞാല് നിങ്ങൾക്ക് ചുറ്റും എന്ത് നടക്കുന്നു അത് നിങ്ങളുടെ ഉള്ളിൽ എന്താണോ ഉള്ളത് അതിന്റെ മിററിംഗ് ആണെന്നാണ് പറയാ. അതായത് ദ വേൾഡ് അറൗണ്ട് യു ഈസ് ജസ്റ്റ് മിററിംഗ് യുവർ സെൽഫ് എന്നാ പറയുന്നത്. നമ്മുടെ ഉള്ളിൽ എന്താണോ ഉള്ളത് അതാണ് നമുക്ക് ചുറ്റും, നമുക്ക് പുറത്തുള്ള ലോകം നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്യുന്നതാണെന്നാണ് പറയുന്നത്. ഇത് ഞാൻ പറയുന്നതല്ല കേട്ടോ, അബ്രഹാം ഹിക്സ് നമ്മളെ പഠിപ്പിക്കുന്നതാണ്. അതുപോലെ തന്നെ ലൂയിയും അതുപോലെ തന്നെയാണ് പറയുന്നത്. അതിനകത്ത് ഒരു മാറ്റവും ഇല്ല. നമ്മുടെ ഇന്റേണൽ വൈബ്രേഷൻ എന്താണോ അതനുസരിച്ചിട്ടാണ് നമുക്ക് ചുറ്റുമുള്ള ലോകം രൂപപ്പെടുന്നത് എന്നാണ്. അതായത് നമ്മളൊരു കണ്ണാടിയിൽ നോക്കുമ്പോൾ നമ്മുടെ പ്രതിബിംബമാണ് നമ്മൾ കണ്ണാടിയിൽ കാണുക, അല്ലെ? അതുപോലെയാണ് നമുക്ക് ചുറ്റുമുള്ള എക്സ്പീരിയൻസസ്. നമ്മുടെ ഇന്നർ ബിലീഫ്സ് എന്താണോ, നമ്മുടെ ഉള്ളിൽ എന്താണോ നമ്മൾ വിശ്വസിക്കുന്നത്, നമ്മൾ ചിന്തിക്കുന്നത്, നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത്, അതനുസരിച്ചിട്ടാണ് നമുക്ക് പുറത്തുള്ള ലോകം, മറ്റുള്ളവര് നമ്മളോട് പെരുമാറുന്നത്, നമുക്ക് ചുറ്റുമുള്ള സാഹചര്യം രൂപപ്പെടുന്നത് എന്നാണ്. അപ്പൊ ലിറ്ററലി നിങ്ങൾക്ക് ചുറ്റുമുള്ള സാഹചര്യങ്ങളെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ഉള്ളിലുള്ള ബിലീഫ് എന്താ നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾക്ക് ചുറ്റുമുള്ള ആളുകൾ എങ്ങനെയാണ്, മറ്റുള്ളവരെ നിങ്ങൾ പലപ്പോഴും അവര് കാരണമാണ് എനിക്ക് ഇങ്ങനെ വന്നത് എന്ന് പറയുമ്പോൾ, നിങ്ങൾ അവരുടെ നേരെ വിരൽ ചൂണ്ടുമ്പോൾ നിങ്ങൾ തിരിച്ച് ചിന്തിക്കുക, നിങ്ങളുടെ ഉള്ളിൽ എന്താണോ ഉള്ളത് അതിന്റെ മിററിംഗ് ആണ് അവർ നിങ്ങളോട് തിരിച്ചു പെരുമാറുന്നത്. അതായത് നിങ്ങളുടെ ഉള്ളിലുള്ള തോട്ട്സോ, നിങ്ങളുടെ ഉള്ളിലുള്ള ബിലീഫ്സോ, അല്ലെങ്കിൽ നിങ്ങൾ എന്താണോ നിങ്ങളുടെ ഉള്ളിൽ പ്രോസസ് ചെയ്യുന്നത്, നിങ്ങളുടെ ഇന്റേണൽ ഫ്രീക്വൻസി എന്താണോ അതിനനുസരിച്ചിട്ടാണ് അവർ നിങ്ങളോട് റെസ്പോണ്ട് ചെയ്യുന്നത്. ഇപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരാള് ജോലി സ്ഥലത്ത് എപ്പോഴും വിമർശിക്കപ്പെടുകയാണെങ്കിൽ, അയാൾ എവിടെ ജോലിക്ക് ചെന്നാലും അയാൾ എല്ലാവരും വിമർശിക്കുന്നു, കൂടെയുള്ളവരെല്ലാവരും വിമർശിക്കുന്നു എന്നുള്ളൊരു പരാതിയാണ് അയാൾ പറയുന്നതെങ്കിൽ ഉറപ്പായിട്ടും അയാൾ ഒരു വിമർശകനായിരിക്കും. അതായത് അയാളുടെ കുട്ടിക്കാലത്ത് അയാളെ ക്രിട്ടിസൈസ് ചെയ്യുന്ന പാരന്റ്സ് ആയിരിക്കും അയാൾക്ക് ഉണ്ടായിരുന്നിട്ടുണ്ടാവുക. ചിലപ്പോ ഒരു പാരന്റ് ആയിരിക്കും ക്രിട്ടിസൈസ് ചെയ്തിട്ടുണ്ടാവുക. ലേറ്റർ ഓൺ എന്തായിട്ടുണ്ടാവും, അയാളുടെ ജീവിതത്തില് അയാളുടെ ക്രിട്ടിക്കൽ പാരന്റിനെ കോപ്പി ചെയ്യും. അതാണ് സംഭവിക്കുക. അപ്പൊ നിങ്ങൾ എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, നിങ്ങൾക്ക് ചുറ്റും നിങ്ങൾക്ക് കംഫർട്ടബിൾ അല്ലാത്ത, നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. എന്തിനാണ്? നിങ്ങളുടെ ഉള്ളിലേക്ക് തന്നെ ഇൻട്രോസ്പെക്ട് ചെയ്യുക, നിങ്ങളുടെ ഉള്ളിലേക്ക് തന്നെ നോക്കുക, എന്നിട്ട് ചോദിക്കുക, എന്തുകൊണ്ടാണ് എനിക്ക് ചുറ്റും ഇങ്ങനെ വരുന്നത്? അതായത് എനിക്ക് ചുറ്റും ഇങ്ങനെ വരുന്നത് എന്തുകൊണ്ടാണ് എന്ന് ചോദിക്കുമ്പോൾ അവരെന്തുകൊണ്ടാണ് എന്നല്ല ചിന്തിക്കേണ്ടത്, എങ്ങനെയാണ് എനിക്ക് ചുറ്റും ഇങ്ങനെ വരാനായിട്ട് ഞാൻ കാരണമാകുന്നത്? എന്റെ ഉള്ളിലെ എന്ത് ബിലീഫാണ് അല്ലെങ്കിൽ എന്ത് തോട്ടാണ് ഞാൻ ഇത് അർഹിക്കുന്നു എന്ന രീതിയിലുള്ള എന്ത് തോട്ടാണ് എനിക്ക് ഈ സാഹചര്യങ്ങളിൽ വിളിച്ചു വരുത്തുന്നത്? എനിക്ക് എങ്ങനെ എന്റെ ഈ ബിലീഫിനെ ചേഞ്ച് ചെയ്യാൻ പറ്റും? എനിക്ക് എങ്ങനെ എന്നോട് തന്നെ ക്ഷമിച്ചുകൊണ്ട് എന്റെ പാസ്റ്റിനെ ഇറേസ് ചെയ്ത് കളഞ്ഞിട്ട് അതിനെ ലെറ്റ് ഗോ ചെയ്തിട്ട് എനിക്ക് എങ്ങനെ മുന്നോട്ട് നീങ്ങാൻ സാധിക്കും? അപ്പൊ നമുക്ക് ഒരു അഫർമേഷൻ അതിനു വേണ്ടി യൂസ് ചെയ്യേണ്ടതുണ്ട്. ഐ ലെറ്റ് ഗോ ഓഫ് ഓൾഡ് ലിമിറ്റേഷൻസ് ആൻഡ് ബിലീഫ്. ഐ ലെറ്റ് ഗോ ആൻഡ് ഐ ആം അറ്റ് പീസ്. എന്റെ ലിമിറ്റേഷൻസിനെയും എന്റെ നെഗറ്റീവ് ബിലീഫ്സിനെയും എല്ലാം ഞാൻ ഉപേക്ഷിക്കുകയാണ്. ഞാൻ എല്ലാത്തിനെയും ഉപേക്ഷിച്ചിരിക്കുന്നു.
എനിക്കിപ്പോ സമാധാനമുണ്ട്. അപ്പൊ ഇന്നത്തെ അഫർമേഷൻ നിങ്ങൾക്ക് കിട്ടി. ഇനി നിങ്ങൾ ചെയ്യേണ്ട എക്സസൈസ് എന്താന്ന് പറഞ്ഞുതരാം. നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ബാത്റൂം മിററിന്റെ മുമ്പിലോ നമ്മുടെ റൂമിലെ മിററിന്റെ മുമ്പിലോ അല്ലെങ്കിൽ നിങ്ങളുടെ പോക്കറ്റ് മിറർ കയ്യിലെടുത്തിട്ടാണെങ്കിൽ അങ്ങനെ നമ്മൾ ഉണർന്ന ഉടനെ തന്നെ നമ്മൾ കണ്ണാടിയിലേക്ക് നോക്കുക, നമ്മുടെ കണ്ണുകളിലേക്ക് നോക്കുക. നമ്മൾ നന്നായിട്ട് നീട്ടി ശ്വാസം എടുത്ത് വിടുക, ഇൻഹേൽ ചെയ്യുക, എക്സേൽ ചെയ്യുക. എന്നിട്ട് നമ്മുടെ ടെൻഷനെ എല്ലാം നമ്മുടെ ബോഡിയിൽ നിന്ന് റിലീസ് ചെയ്യാൻ നമ്മൾ അനുവാദം കൊടുക്കുക. നമ്മളൊരു 3-4 വട്ടം ശ്വാസത്തെ മാത്രം ശ്രദ്ധിച്ച് നന്നായിട്ട് നീട്ടി ശ്വാസം എടുക്കുകയും പുറത്തേക്ക് വിടുകയും ചെയ്യുമ്പോൾ തന്നെ നമ്മൾ റിലാക്സ്ഡ് ആവും. ഇനി അങ്ങനെ പറ്റുന്നില്ലാത്തവര് ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് ഒരു സമാധാനം കടന്നു വരുന്നതായിട്ട് വിഷ്വലൈസ് ചെയ്യുക. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ നമ്മുടെ ഉള്ളിൽ നിന്നുള്ള എല്ലാ നെഗറ്റീവ്സും പുറത്തേക്ക് പോകുന്നതായിട്ട് ഇമാജിൻ ചെയ്യുക. അപ്പോഴും നമ്മുടെ സ്ട്രെസ് റിലീസ് ആയിക്കോളും. അതിനുശേഷം നിങ്ങളുടെ നെറ്റിത്തടത്തിലേക്ക് നോക്കുക. എന്നിട്ട് നിങ്ങൾ ഇമാജിൻ ചെയ്യുക അവിടെ ഒരു ബട്ടൺ ഉണ്ട്, നമുക്ക് പ്രസ് ചെയ്യാൻ പറ്റിയ ഒരു ബട്ടൺ ഉണ്ടെന്ന് ഇമാജിൻ ചെയ്യുക. അവിടെ ആ ബട്ടൺ നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ അതിന്റെ തൊട്ട് സൈഡിൽ നിന്ന് തന്നെ ഒരു ഡിസ്ക് പുറത്തേക്ക് ഇജക്റ്റ് ആയി വരുന്നതായിട്ട് ഇമാജിൻ ചെയ്യുക. നമ്മൾ SD കാർഡൊക്കെ റിമൂവ് ചെയ്യുന്നത് കണ്ടിട്ടില്ലേ? അപ്പൊ നിങ്ങൾ ആ ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ ചെറിയൊരു കാർഡ് പുറത്തേക്ക് വരുന്നതായിട്ട് ഇമാജിൻ ചെയ്യുക. ഇതെന്താണ് ഈ കാർഡ്? നമ്മള് പണ്ട് അവിടെ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ എല്ലാ മെമ്മറീസും ഉള്ള SD കാർഡാണ് അത് പുറത്തേക്ക് എടുക്കുന്നത് എന്ന് ഇമാജിൻ ചെയ്യുക. നമ്മൾ ഇത്രയും നാളും നമ്മുടെ ഹെഡിൽ പ്ലേ ചെയ്തുകൊണ്ടിരുന്ന സകല സാധനങ്ങളും അതിനകത്തുണ്ട്. നമ്മളുടെ ഓൾഡ് ബിലീഫ്സ്, നെഗറ്റീവ് ആയിട്ടുള്ള എല്ലാ തോട്ട്സും എല്ലാ ബിലീഫ്സും എല്ലാം അതിനകത്തുണ്ട്. അതാണ് നമ്മൾ ഇത്രയും നാളും റിപ്പീറ്റ് ആയിട്ട് റീപ്ലേ ചെയ്തുകൊണ്ടിരുന്നത്. എന്നിട്ട് നിങ്ങൾ ആ കാർഡ് നിങ്ങൾ എടുത്തിട്ട് അത് നിങ്ങൾ ഒടിച്ചു ഞെരിച്ച് എറിഞ്ഞു കളഞ്ഞതായിട്ട് നിങ്ങൾ ഇമാജിൻ ചെയ്യുക. ഇനി നിങ്ങൾ വീണ്ടും നിങ്ങളുടെ കണ്ണുകളിലേക്ക് നോക്കുക. എന്നിട്ട് നിങ്ങളോട് തന്നെ പറയുക, ലെറ്റ്സ് മേക്ക് എ ന്യൂ റെക്കോർഡിംഗ് ഓഫ് പോസിറ്റീവ് ബിലീഫ്സ് ആൻഡ് അഫർമേഷൻസ്. നമുക്ക് പുതിയ പോസിറ്റീവ് ആയിട്ടുള്ള നമ്മുടെ വിശ്വാസങ്ങളെയും നമ്മുടെ ദൃഢപ്രതിജ്ഞാവാചകങ്ങള്, നമ്മുടെ അഫർമേഷൻസിനെയും നമുക്ക് ഫോം ചെയ്യാം. നമുക്ക് നമ്മുടേതായ പുതിയ റെക്കോർഡിങ്സ്, പോസിറ്റീവ് തോട്ട്സ്, പോസിറ്റീവ് ബിലീഫ്സ്, പോസിറ്റീവ് അഫർമേഷൻസ് ഉള്ള റെക്കോർഡിംഗ് നമുക്ക് പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്യാമെന്ന് നമ്മളോട് തന്നെ അഫേം ചെയ്യാം. ആ അഫർമേഷൻ പറഞ്ഞതിന് ശേഷം നമ്മൾ വീണ്ടും കുറച്ച് അഫർമേഷൻസ് ഉറക്കെ പറയേണ്ടതുണ്ട്. I am willing to let go. I release. I let go. I release all tension. I release all fear. I release all anger. I release all guilt. I release all sadness. I let go of all the limitations and belief. I let go and I am at peace. I am at peace with myself. I am at peace with the process of life. I am safe. ഞാൻ ലെറ്റ് ഗോ ചെയ്യാൻ തയ്യാറാണ്. ഞാൻ എൻ്റെ ഉള്ളിലെ എല്ലാത്തിനെയും നെഗറ്റീവ്സിനെ റിലീസ് ചെയ്യുകയാണ്. ഞാൻ എൻ്റെ നെഗറ്റീവ്സിനെയും ഓൾഡ് ബിലീഫ്സിനെയും ആവശ്യമില്ലാത്ത എല്ലാ കാര്യങ്ങളെയും ഞാൻ ലെറ്റ് ഗോ ചെയ്യുന്നു. ഞാൻ എല്ലാ ടെൻഷനെയും റിലീസ് ചെയ്യുന്നു. ഞാൻ എല്ലാ പേടിയെയും റിലീസ് ചെയ്യുന്നു. എൻ്റെ എല്ലാ ആങ്കറിനെയും, എൻ്റെ ദേഷ്യത്തെ മുഴുവനായി ഞാൻ റിലീസ് ചെയ്യുന്നു. എൻ്റെ ഉള്ളിലുള്ള സകല കുറ്റബോധത്തെയും മുഴുവനായി തന്നെ ഞാൻ റിലീസ് ചെയ്യുന്നു. എൻ്റെ ഉള്ളിലുള്ള സകല സങ്കടങ്ങളെയും ഞാൻ റിലീസ് ചെയ്യുന്നു. എൻ്റെ ഉള്ളിലുള്ള എല്ലാ ലിമിറ്റേഷൻസിനെയും എല്ലാ ബിലീഫ്സിനെയും, എനിക്ക് എത്രമാത്രം പരിധികൾ ഉണ്ടെന്നാണോ ഞാൻ നിശ്ചയിച്ചു വെച്ചിരിക്കുന്നത്, എല്ലാ ലിമിറ്റേഷൻസിനെയും അതുപോലെ തന്നെയുള്ള എല്ലാ നെഗറ്റീവ് ബിലീഫ്സിനെയും ഞാൻ ഇപ്പോൾ ലെറ്റ് ഗോ ചെയ്യുന്നു. ഐ ലെറ്റ് ഗോ. ഞാൻ ഇപ്പോൾ ലെറ്റ് ഗോ ചെയ്യുന്നു. ആൻഡ് ഞാൻ സമാധാനത്തിലാണ്. ഞാൻ എൻ്റെ ഉള്ളിൽ തന്നെ സമാധാനം അനുഭവിക്കുന്നുണ്ട്. എന്നോട് തന്നെ ഞാൻ സമാധാനത്തിൽ രമ്യതപ്പെട്ട് മുന്നോട്ട് പോവുകയാണ്. ഞാൻ ഈ പ്രോസസ് ഓഫ് ലൈഫ്, എൻ്റെ ജീവിതത്തിന്റെ പ്രോസസ്സിൽ, നമ്മുടെ ജീവിതം ഇങ്ങനെ മുന്നോട്ട് കിടക്കുകയാണല്ലേ, അപ്പൊ അതിനകത്ത് ഞാൻ സമാധാനം കണ്ടെത്തിയിരിക്കുന്നു. ഞാൻ സേഫ് ആണ്. നന്നായിട്ട് ബ്രെത്ത് എടുത്ത് പുറത്തേക്ക് വിട്ടിട്ട് നിങ്ങൾ വീണ്ടും 2-3 പ്രാവശ്യം ഈ അഫർമേഷൻസ് റിപ്പീറ്റ് ചെയ്യേണ്ടതുണ്ട്. ഞാൻ ലെറ്റ് ഗോ ചെയ്യാൻ തയ്യാറാണ്.
ഞാൻ എല്ലാത്തിനെയും റിലീസ് ചെയ്യുന്നു. എൻ്റെ ഓൾഡ് പാറ്റേൺസിനെയും ഓൾഡ് തോട്ട്സിനെയും ഓൾഡ് ബിലീഫ്സിനെയും എല്ലാം ഞാൻ ലെറ്റ് ഗോ ചെയ്യുന്നു. ഞാൻ എല്ലാ ടെൻഷനെയും റിലീസ് ചെയ്യുന്നു. എല്ലാ പേടിയെയും സകല ദേഷ്യത്തെയും ഞാൻ റിലീസ് ചെയ്യുന്നു. എൻ്റെ ഉള്ളിലുള്ള സകല കുറ്റബോധത്തെയും ഞാൻ റിലീസ് ചെയ്യുന്നു. എൻ്റെ ഉള്ളിലുള്ള സകല ദുഃഖത്തെയും ഞാൻ റിലീസ് ചെയ്യുന്നു. എൻ്റെ എല്ലാ ലിമിറ്റിംഗ് ബിലീഫ്സിനെയും ഞാൻ റിലീസ് ചെയ്യുന്നു. ഞാൻ പൂർണ്ണമായി എൻ്റെ ഉള്ളിലുള്ള എല്ലാത്തിനെയും റിലീസ് ചെയ്യുന്നു, ലെറ്റ് ഗോ ചെയ്യുന്നു. ഞാൻ സമാധാനത്തിലാണ്. ഞാൻ എന്നിൽ തന്നെ സമാധാനത്തിലാണ്. ഞാൻ ജീവിത പ്രക്രിയയിൽ സമാധാനത്തിലാണ് മുന്നോട്ട് പോകുന്നത്. ഞാൻ സേഫ് ആണ്. ഈ അഫർമേഷൻസ് നിങ്ങൾ ബ്രെത്ത് എടുക്കുകയും പുറത്തേക്ക് വിടുകയും ചെയ്തിട്ട് വീണ്ടും വീണ്ടും ഒരു 2 or 3 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് പറയുക. നിങ്ങളുടെ ഇന്നത്തെ ദിവസം മുഴുവനായിട്ട് നിങ്ങൾക്ക് എന്തെല്ലാം ഡിഫിക്കൽട്ടീസ് ആണോ നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നത്, ചിലപ്പോ മറ്റുള്ളവർ നമ്മളോട് വഴക്ക് പിടിക്കാൻ വന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ അറിയാതെ എന്തെങ്കിലും ഒരു കാര്യത്തിന് നമ്മൾ തന്നെ റൈസായി പോകുന്നതായിട്ട് നമുക്ക് തോന്നിയിട്ടുണ്ടാവും. ചിലപ്പോൾ എന്തെങ്കിലും ഒരു നെഗറ്റീവ് എക്സ്പീരിയൻസ് നമ്മൾ കേൾക്കുന്നതായിരിക്കാം. എന്തെങ്കിലും ഒരു നെഗറ്റീവ്സ് അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് ഇന്നത്തെ ദിവസം വരുമ്പോൾ ഉടനെ തന്നെ നമ്മുടെ പോക്കറ്റ് മിറർ കയ്യിലെടുക്കുക, അല്ലെങ്കിൽ നമ്മുടെ റിഫ്ലക്ഷൻ കാണാൻ പറ്റാവുന്നിടത്തൊന്ന് പോയി നിൽക്കുക. എന്നിട്ട് നമ്മൾ ഈ അഫർമേഷൻസ് റിപ്പീറ്റ് ചെയ്ത് പറയുക. അപ്പോൾ നമ്മൾ ഈ ഒരു പ്രോസസ്സിനോട് നമ്മൾ വീണ്ടും ഫെമിലിയർ ആയിട്ട് വരും. ഈ അഫർമേഷൻസ് നമുക്ക് ഫെമിലിയർ ആയിട്ട് വരാൻ തുടങ്ങും. അപ്പൊ ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്യുന്ന നിങ്ങളുടെ ഡെയിലി റുട്ടീൻ്റെ ഒരു ഭാഗമായി മാറാൻ തുടങ്ങും. ഒരു ദിവസത്തിൽ തന്നെ പല പ്രാവശ്യം നിങ്ങൾ ഇത് റിപ്പീറ്റ് ചെയ്യുന്നു. കിടക്കുന്നതിന് മുന്നേ നമ്മൾ പല പ്രാവശ്യം ഇത് റിപ്പീറ്റ് ചെയ്യുന്നു. കിടക്കുമ്പോഴും നമ്മൾ ഇത് റിപ്പീറ്റ് ചെയ്തിട്ട് വേണം കിടക്കാനായിട്ട്. അപ്പോൾ ഇത്രയും നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ ലെയർ ആയിട്ട് ഓരോ പ്രാവശ്യവും നിങ്ങൾ കണ്ണാടിക്ക് മുന്നിൽ നിന്ന് അഫർമേഷൻ പറയുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിലെ ബ്ലോക്സിനെ നിങ്ങൾ പൊളിച്ചെടുത്തുകൊണ്ടിരിക്കുക, ഇത് പൊളിച്ച് മാറ്റിക്കൊണ്ടിരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വിജയം വളരെ പെട്ടെന്ന് കടന്നു വരും. ഇന്നത്തെ ജേർണലിങ്ങിൽ നിങ്ങൾ ചെയ്യേണ്ട എക്സസൈസ് ഇങ്ങനെയാണ്. അതായത് നമ്മുടെ ജീവിതത്തിൽ മിക്കവാറും പ്രശ്നങ്ങളെല്ലാം വരുന്നത് 4 കാരണങ്ങൾ കൊണ്ട്. അതിനെ ബിഗ് 4 എന്നാണ് ലൂഹി വിളിക്കുന്നത്. 4 കാര്യങ്ങൾ കൊണ്ട്. ഒന്ന് ക്രിറ്റിസിസം, പിന്നൊന്ന് പേടി, പിന്നൊന്ന് കുറ്റബോധം, പിന്നൊന്ന് റിസെന്റ്മെന്റ്. ഈ ഗിൽട്ട് എന്ന് പറയുന്നതും ഈ റിസെന്റ്മെന്റ് എന്ന് പറയുന്നതും രണ്ടും, ഒന്ന് കുറ്റബോധം, അതായത് നമ്മൾ ഒരു കാര്യം സംഭവിച്ചാൽ നമ്മളെ തന്നെ കുറ്റപ്പെടുത്തുക. റിസെന്റ്മെന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു കാര്യം എനിക്ക് സംഭവിച്ചതിലുള്ള വിഷമമുണ്ട്, പക്ഷെ നമ്മുടെ ഫോക്കസ് ഔട്ട്സൈഡ് ആയിരിക്കും, പുറത്തേക്കായിരിക്കും. മറ്റുള്ളവരെ കാരണം കൊണ്ടാണ് അല്ലെങ്കിൽ ഇന്ന സാഹചര്യം കൊണ്ടാണ് എനിക്ക് ഇങ്ങനെ സംഭവിച്ചത് എന്നുള്ളൊരു റിസെന്റ്മെന്റ്, ഒരു ദുഃഖം അല്ലെങ്കിൽ ഒരു കുറ്റബോധം. അതാണ് ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ 4 കോളങ്ങൾ വരയ്ക്കുക. ഒന്നിനകത്ത് ക്രിറ്റിസിസം, ഒന്നിനകത്ത് ഫിയർ അല്ലെങ്കിൽ പേടി, പിന്നെ ഒന്നിനകത്ത് ഗിൽട്ട് കുറ്റബോധം, മറ്റൊന്നിനകത്ത് റിസെന്റ്മെന്റ് ബ്ലെയിമിങ് അതേഴ്സ് ഫോർ അവർ ഓൺ ഡിഫിക്കൽട്ടി. അപ്പോൾ ഈ 4 കാര്യങ്ങൾ എഴുതി വെക്കുക. എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ 4 കോളം വരയ്ക്കുക ഒരു ബുക്കില്, പേപ്പറില്. എന്നിട്ട് അതിനകത്ത് ക്രിറ്റിസിസം, അതായത് നമ്മൾ മറ്റുള്ളവരെ വിമർശിക്കല്, ഫിയർ പേടി, ഗിൽട്ട് കുറ്റബോധം, റിസെന്റ്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കുള്ള കുറ്റബോധം തന്നെയാണ്, പക്ഷെ അത് നമ്മളെയല്ല കുറ്റപ്പെടുത്തുക, മറ്റുള്ളവരെ കാരണം കൊണ്ടെങ്കിൽ പുറത്തുള്ള സാഹചര്യങ്ങൾ കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്. നമ്മുടെ ഫോക്കസ് ഔട്ട്വേർഡ് ആയിരിക്കും. ഗിൽട്ട് എന്ന് പറയുമ്പോൾ നമ്മളുടെ കുറ്റബോധം ഇൻവേർഡ് ആയിരിക്കും. ഈ 4 കാര്യങ്ങൾ നമ്മൾ എഴുതുക. എന്നിട്ട് നിങ്ങൾ ചിന്തിക്കുക, നിങ്ങളുടെ ജീവിതത്തിൽ ഈ 4 കാര്യങ്ങൾക്കുള്ള റോൾ എന്താണെന്ന്. അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ വരുന്ന തോട്ട്സും ഫീലിങ്സും എന്താണ്, ഓരോ കാര്യങ്ങളും ഓരോ കാറ്റഗറിയെ കുറിച്ചും ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് വരുന്ന തോട്ട്സ് എന്താ, നിങ്ങൾക്ക് വരുന്ന ഫീലിങ്സ് എന്താണ്, അതത് കോളത്തിന് താഴെ നിങ്ങൾ എഴുതുക. എന്നിട്ട് അതിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടുള്ള ഏതെങ്കിലും 2 കാറ്റഗറി നിങ്ങൾ ഏറ്റവും കൂടുതൽ എഴുതിയിട്ടുണ്ടാവുക ഏത് കോളത്തിന്റെ താഴെയാണെന്ന് വെച്ചാൽ ആ 2 കാറ്റഗറി നിങ്ങൾ സെലക്ട് ചെയ്യാം. എന്നിട്ട് അതിന്റെ നേരെ നിങ്ങൾ അതിനുള്ള പോസിറ്റീവ് അഫർമേഷൻസ് എഴുതി വെക്കുക. അതായത് നമ്മൾ നെഗറ്റീവ് കാര്യങ്ങളെ കുറിച്ചാണല്ലോ ഹെഡിങ് കൊടുത്ത് എഴുതിയിട്ടുണ്ടാവുക, അതിന്റെ നേരെ നിങ്ങൾ പോസിറ്റീവ് അഫർമേഷൻസ് എഴുതി വെക്കുക. ഉദാഹരണത്തിന് നിങ്ങൾക്ക് റിസെന്റ്മെന്റ് ആണ് ഏറ്റവും കൂടുതൽ നിങ്ങളുടെ ജീവിതത്തിൽ കളിച്ചിട്ടുള്ളതെങ്കിൽ നിങ്ങൾ അത് എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന് നേരെ എഴുതാം, ഞാനിപ്പോ എനിക്കുണ്ടായ എല്ലാ ഹേർട്ടും എല്ലാ വേദനകളും എല്ലാ റിസെന്റ്മെന്റിനെയും ഇപ്പൊ തന്നെ റിലീസ് ചെയ്യാനായിട്ട് ഞാൻ റെഡിയാണ്.
അപ്പോ ഞാൻ എത്രമാത്രം റിസെന്റ്മെന്റിന് ഇപ്പൊ റിലീസ് ചെയ്യുന്നു അത്രമാത്രം എനിക്ക് സ്നേഹം പുറത്തേക്ക് കൊടുക്കാൻ സാധിക്കും, മറ്റുള്ളവരെ എനിക്ക് സ്നേഹിക്കാൻ സാധിക്കും. അപ്പോൾ ഞാൻ അതുകൊണ്ട് എൻ്റെ ഉള്ളിലുള്ള എല്ലാ റിസെന്റ്മെന്റിനെയും എല്ലാ വേദനകളെയും പുറത്തേക്ക് ഒഴുക്കിക്കളയാൻ ഞാൻ റെഡിയാണ്. പകരം എത്രമാത്രം ഞാൻ പുറത്തേക്ക് ഇത് ഒഴുക്കി കളയുന്നു അത്രയും കൂടുതലായിട്ട് എനിക്ക് സ്നേഹിക്കാൻ, അവരെ സ്നേഹിക്കാൻ, അല്ലെങ്കിൽ ആ സാഹചര്യങ്ങളെ, മറ്റുള്ളവരെ കൂടുതലായിട്ട് സ്നേഹിക്കാനായിട്ട്, എൻ്റെ ഹൃദയം തുറന്ന് സ്നേഹിക്കാനായിട്ട് എനിക്ക് സാധിക്കുന്നു. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ എഴുതേണ്ടത് എന്താന്ന് വെച്ചാല്, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ ഏറ്റവും കൂടുതൽ ചലഞ്ച് ചെയ്തിട്ടുള്ള ആളുകൾ ആരൊക്കെയാണെന്ന് നിങ്ങൾ ഒന്ന് ചിന്തിക്കുക. അവരുടെ എന്ത് ട്രേറ്റ്സ് ആണ്, അവരുടെ എന്ത് സ്വഭാവ രീതിയാണ് ഏറ്റവും കൂടുതൽ നിങ്ങളെ ബുദ്ധിമുട്ടിച്ചിട്ടുള്ളത് എന്ന് നിങ്ങൾ ചിന്തിക്കുക, അത് എഴുതുക. എന്നിട്ട് നിങ്ങൾ ചിന്തിക്കുക, അവരുടെ ആ ട്രേറ്റ്സ് നിങ്ങൾ എഴുതി വെച്ചല്ലോ, എന്തൊക്കെ ട്രേറ്റ്സ് ആണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിച്ചിട്ടുള്ളത് എന്ന് നിങ്ങൾ എഴുതി വെച്ചല്ലോ. അപ്പോ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ചാല്, എങ്ങനെയാണ് അവരിലെ ഈ ട്രേറ്റ്സ്, അവരിലെ ഈ സ്വഭാവ രീതി നിങ്ങളുടെ ഉള്ളിലുള്ള ഏതെങ്കിലും ഒരു നെഗറ്റീവ് ബിലീഫിനെയോ ഏതെങ്കിലും ഒരു തോട്ടിനെയോ എങ്ങനെയാണ് മിറർ ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കുക. അതായത് നിങ്ങൾക്ക് നിങ്ങളെ കുറിച്ച് തന്നെയുള്ള ഒരു ബിലീഫ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെ കുറിച്ച് തന്നെയുള്ള ഒരു തോട്ട്, അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളെ കുറിച്ച് തന്നെ വിമർശിക്കുന്ന എന്തെങ്കിലും ഒരു കാര്യം എങ്ങനെയാണ് ഈ ഒരാളുടെ ഈ ഒരു ട്രേറ്റുമായിട്ട് നിങ്ങൾക്ക് കമ്പയർ ചെയ്യാൻ പറ്റുക, എങ്ങനെയാണ് അട്രാക്ട് ചെയ്തത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കുക. അതുകൂടാതെ ഇന്നത്തെ എക്സസൈസ് ചെയ്തപ്പോൾ നിങ്ങൾ നിങ്ങളെ കുറിച്ച് എന്തൊക്കെയാണ് മനസ്സിലാക്കിയത് എന്നുകൂടി നിങ്ങൾ എഴുതി വെക്കുക. നമ്മൾ എന്തിനാ നമ്മുടെ ഹാബിറ്റ്സും പാറ്റേൺസും ഒക്കെ ഫോം ചെയ്തേക്കണേ നിങ്ങൾക്കറിയോ? ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ഈ ഹാബിറ്റ്സ് എല്ലാം നമ്മളെ സഹായിക്കുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ ഡെയിലി റുട്ടീൻസ് എല്ലാം പലതും നമ്മളെ ഹാബിറ്റ്സ് മേക്ക് ചെയ്തേക്കുന്നത് നമുക്ക് പലതും സഹായകരമാണ്. ഒരു കറക്റ്റ് ടൈമിൽ നമ്മൾ എഴുന്നേക്കുന്ന നമ്മുടെ ബയോളജിക്കൽ ക്ലോക്ക് സെറ്റ് ചെയ്യാൻ നമ്മളെ സഹായിക്കും. അത് കഴിഞ്ഞിട്ട് ഉടനെയുള്ള കാര്യങ്ങൾ, നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ ഓട്ടോമാറ്റിക് ആയിട്ട് ഭയങ്കര ഈസി ആയിട്ട് ഫാസ്റ്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും, ഇല്ലേ? പക്ഷെ അപ്പൊ നിങ്ങൾക്ക് അത്ഭുതകരമായിട്ടുള്ള വേറൊരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മൾ അൺകോൺഷ്യസ്ലി നമ്മൾ ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് എത്രമാത്രം അസുഖങ്ങളാണ് വരുത്തി വെച്ചിരിക്കുന്നതെന്ന് നിങ്ങൾക്കറിയോ? അതായത് പലപ്പോഴും കുട്ടികളായിരിക്കുമ്പോ പാരന്റ്സ് നമ്മളെ പണിഷ് ചെയ്തിട്ടുണ്ടാവും. ചിലപ്പോ നമ്മൾ അറിയാത്ത കാര്യങ്ങൾ അവരെ പലരും തെറ്റിദ്ധരിപ്പിച്ചത് കൊണ്ടും ചിലപ്പോ നമുക്ക് പണിഷ്മെന്റ് കിട്ടിയിട്ടുണ്ടാവും. അപ്പൊ നമുക്ക് തിരിച്ച് അവരെ പണിഷ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടാവും, പക്ഷെ നടന്നിട്ടുണ്ടാവില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? സപ്രസ് ചെയ്യും. അപ്പൊ നമ്മളൊക്കെ ആർക്കും ഈ പാരന്റിനെ പണിഷ് ചെയ്യുന്നുള്ള ഒരു ആഗ്രഹം നമുക്ക് കോൺഷ്യസ്ലി, നമ്മൾക്ക് എന്താ പറയാ, ഇത് നമ്മൾ കോൺഷ്യസ്ലി വെച്ചോണ്ടിരിക്കുന്നതല്ല, നമ്മൾ സപ്രസ് ചെയ്യുന്നത് തിരിച്ച് അന്നേരം ചെയ്യണമെന്ന് തോന്നും, പിന്നെ നമ്മൾ അതിനെ കുറിച്ച് മറന്നു പോകും. പക്ഷെ നമ്മുടെ സബ് കോൺഷ്യസ് ഇതെല്ലാം ഒപ്പിയെടുത്ത് വെച്ചിരിക്കുക. അപ്പൊ അതുകൊണ്ട് ആ ഒരു സപ്രസ് ചെയ്ത കാര്യം നമ്മുടെ അൺകോൺഷ്യസിൽ അല്ലെങ്കിൽ സബ് കോൺഷ്യസിൽ കിടപ്പുണ്ടാവും. അപ്പൊ ഈ അസുഖങ്ങളൊക്കെ വന്നു കഴിയുമ്പോഴും നമുക്ക് പലപ്പോഴും ഇതിന്റെ കാരണം അറിയണ്ടാവില്ല, കാരണം അത് കോൺഷ്യസ് അല്ലാത്തത് കൊണ്ട്. നമ്മൾ നമ്മുടെ ഉള്ളിലേക്ക് തന്നെ നോക്കാൻ തുടങ്ങുമ്പോൾ നമുക്ക് നമ്മുടെ പാറ്റേണുകൾ മനസ്സിലാക്കാൻ തുടങ്ങും. എങ്ങനെയാണ് നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടായേക്കുന്നത്, നമ്മൾ എങ്ങനെയാണ് നെഗറ്റിവിറ്റി ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. നമുക്ക് ചിലപ്പോ അറിയണ്ടാവില്ല നമ്മുടെ പല ജീവിതത്തിന്റെ പല ഏരിയാസും എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യാന്നുള്ളത് നമുക്ക് ചിലപ്പോ അറിയണ്ടാവില്ല. അപ്പൊ അങ്ങനത്തെയൊക്കെ ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കുക, എന്തുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ ഒരു കാര്യത്തിന് എനിക്ക് എന്നോട് തന്നെ ഒരു ഉള്ളില് ഒരു സോറി ഫീലിംഗ് തോന്നുന്നത്? എന്തുകൊണ്ടാണ് എനിക്ക് ആ ഒരു കാര്യത്തിൽ വിഷമം തോന്നുന്നത്, അങ്ങനെ ഒരു ഫീലിംഗ് എനിക്ക് തോന്നുന്നത് എന്തുകൊണ്ടാണ്? എനിക്ക് ആരോടാണ് ശരിക്കും ദേഷ്യം? ഞാൻ ആരെയാണ് ശരിക്കും അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുന്നത്? ആ ദേഷ്യം കൊണ്ട് ഞാൻ ആരെയാണ് അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുന്നത്? എന്തുകൊണ്ടാണ് എനിക്കിങ്ങനെ ഉള്ളിന്റെ ഉള്ളിൽ ഒരു കുറ്റബോധമോ അല്ലെങ്കിൽ ഒരു വിഷമമോ അങ്ങനത്തെ ഒരു ഫീലിംഗ് വരാൻ കാരണം എന്താണ്? ഞാൻ എന്തുകൊണ്ടാണ് ഇതെന്നെ രക്ഷിക്കുമെന്ന് കരുതാൻ കാരണം ഇങ്ങനെ ഈ ഒരു കാര്യത്തെ അവോയ്ഡ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഒരാളോട് ദേഷ്യം വെച്ചുകൊണ്ടിരുന്നിട്ട് ആ ഒരു സാഹചര്യത്തെ അല്ലെങ്കിൽ ആളുകളെ അവോയ്ഡ് ചെയ്യുന്നത് കൊണ്ട് എന്തിൽ നിന്നാണ് ഞാൻ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നത്? ചില ആളുകളുണ്ടാവും, എനിക്കത് ക്ഷമിക്കാൻ പറ്റില്ല, എനിക്കത് മറക്കാൻ പറ്റില്ല എന്ന് പറയുന്നവരുണ്ടാവും. അങ്ങനെ റെഡി അല്ലാത്ത ആളുകളെ സംബന്ധിച്ച് ലെറ്റ് ഗോ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആക്ച്വലി അവർക്ക് അത് ഹോൾഡ് ചെയ്ത് പിടിക്കണം, അത് അവരെ സെർവ് ചെയ്യുന്നുണ്ട് എന്നുള്ള രീതിയിലാണ് അവരത് വെച്ചിരിക്കുക. നിങ്ങൾ എന്തൊക്കെ ചെയ്തു എന്ന് പറഞ്ഞാലും അവരുടെ ഉള്ളിൽ നിന്ന് അത് പോവില്ല. പക്ഷേ ശരിക്കും നിങ്ങളുടെ ഉള്ളിൽ ഒരു ആഗ്രഹം
ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ റെഡിയാണ് ലെറ്റ് ഗോ ചെയ്യാനെങ്കിൽ അത് ഭയങ്കര അമേസിംഗ് ആണ്. അത് നമുക്ക് ലെറ്റ് ഗോ ചെയ്യാൻ ഭയങ്കര ഈസിയാണ്. നമ്മൾ അതിന് റെഡിയാണ്. ആ ഒരു വില്ലിങ്നെസ് നമ്മൾ പറയുകയാണെങ്കിൽ നമ്മുടെ ഉള്ളിൽ നിന്ന് ഈ പാസ്റ്റ് മെമ്മറീസിനെ ഇറേസ് ചെയ്ത് അതിനെ ലെറ്റ് ഗോ ചെയ്യാൻ വളരെ എളുപ്പമാണ്. അപ്പൊ ഇന്നത്തെ എക്സസൈസുകൾ എല്ലാവരും മറക്കാതെ കൃത്യമായിട്ട് ചെയ്യുക. നമ്മള് മിററിന്റെ ഫ്രണ്ടിൽ ചെന്ന് നിന്നിട്ട് നമ്മളെ ഫോർഹെഡിൽ നോക്കി സ്വിച്ച് പ്രസ് ചെയ്ത് നമ്മുടെ പഴയ റെക്കോർഡിനെ എടുത്ത് മാറ്റുക. അതിനുശേഷം അവിടെ പുതിയത് റെക്കോർഡ് ചെയ്യാനുള്ള തീരുമാനം, ആ ഒരു അഫർമേഷൻ നമ്മൾ പറയണം. നമുക്ക് പോസിറ്റീവ് ബിലീഫ്സിന്റെയും അഫർമേഷന്റെയും പുതിയൊരു റെക്കോർഡിങ് അവിടെ ക്രിയേറ്റ് ചെയ്യാം, മേക്ക് ചെയ്യാം എന്നുള്ളൊരു കാര്യം നമ്മൾ കണ്ണാടി നോക്കി അഫർമേഷൻ പറയണം. അതിനുശേഷം നമ്മൾ എന്താ പറയേണ്ടത്? ഞാൻ ലെറ്റ് ഗോ ചെയ്യാൻ തയ്യാറാണ്, ഞാൻ എല്ലാം റിലീസ് ചെയ്യാൻ തയ്യാറാണ്, ഞാൻ ലെറ്റ് ഗോ ചെയ്യുന്നു, ഞാൻ എല്ലാ ടെൻഷനെയും റിലീസ് ചെയ്യുന്നു, എല്ലാ പേടിയെയും റിലീസ് ചെയ്യുന്നു, എല്ലാ ദേഷ്യത്തെയും റിലീസ് ചെയ്യുന്നു, സകലവിധ കുറ്റബോധത്തെയും ഞാൻ റിലീസ് ചെയ്യുന്നു, എല്ലാ സാഡ്നെസ്സിനെയും എല്ലാ ദുഃഖത്തെയും ഞാൻ റിലീസ് ചെയ്യുന്നു, എൻ്റെ എല്ലാ ലിമിറ്റിംഗ് ബിലീഫ്സിനെയും ഞാൻ റിലീസ് ചെയ്യുന്നു, ഞാൻ എല്ലാത്തിനെയും റിലീസ് ചെയ്യുന്നു, ഞാൻ സമാധാനത്തിലാണ്, ഞാൻ എന്നോട് തന്നെ സമാധാനത്തിലാണ്, ഞാൻ ജീവിത പ്രക്രിയയോട് സമാധാനത്തിലാണ്, ഞാൻ സേഫാണ്. ഇത്രയാണ് ഇന്നത്തെ നമ്മുടെ അഫർമേഷൻസ്. ഇത് 2-3 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് പറയാ. ഡീപ് ബ്രെത്ത് എടുത്തിട്ട് വേണം അഫർമേഷൻസ് പറയാൻ. കൂടാതെ ജേർണലിംഗ് കൂടെ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു ഓൾ, ലവ് യു ഓൾ.